വൈജ അലീനയെ കാണാൻ യാത്ര തിരിക്കുകയാണ്. താൻ വിളിച്ചു വരുത്തിയ ഊബറിലാണ് വൈജ യാത്ര തിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും മനസ്സിലില്ല. അവളെ കാണണം. മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് വട്ടം മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ നേരിട്ട് കണ്ട് അവളുടെ ആ കൈകൾ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് ഒന്ന് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന തെറ്റൊന്നുമല്ല താൻ ചെയ്തതെന്ന് നല്ല ബോധ്യമുണ്ട് വൈജയന്തിക്ക്. എങ്കിലും ഒരു മനസമാധാനം. ഈ പോകുന്ന പോക്കിൽ താൻ എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോയാൽ അതുമാത്രമായിരിക്കും തനിക്കൊരു ദുഃഖം. അവളോട് നേരിട്ട് ഒരു മാപ്പ് പറയാൻ പറ്റിയില്ലല്ലോ എന്നത്. വൈജയന്തിക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു ഭയം തോന്നി. ഇനി താൻ ഈ പോകുന്ന പോക്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ എങ്ങനെയായിരിക്കും അലീനയെ ഒന്ന് അറിയിക്കാൻ കഴിയുക? ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുത്തു. ഉടനെ തന്നെ ഗംഗേട്ടനെ ഡയൽ ചെയ്തു. ഗംഗേട്ടൻ കോൾ എടുത്തു. എന്തേ വൈജയ്, എന്താ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ പോകുന്ന വഴിക്ക്? ഇല്ല ഗംഗേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണെങ്കിലും പറഞ്ഞോ ഗംഗേട്ടാ. ഞാൻ ഈ പോകുന്ന പോക്കിലോ എനിക്ക് അലീനയെ കാണാതെ ഞാൻ തിരിച്ചു പോരുമ്പോഴോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അലീനയോട് ഗംഗേട്ടൻ പറയണം, ആ കാൽക്കൽ വീണ് ഞാൻ ഒരുപാട് വട്ടം അവളോട് മാപ്പ് ചോദിച്ചുവെന്ന്. ഒരിക്കൽ അവൾക്ക് നിഷേധിച്ച മാതൃത്വം എല്ലാ അർത്ഥത്തിലും മനസ്സിൽ തുടിച്ചുകൊണ്ടാണ് അവളെ കാണാൻ ഞാൻ വന്നതെന്ന് ഗംഗേട്ടനെങ്കിലും അവളോട് ആ സത്യം പറയണം. എനിക്കറിയാം ഗംഗേട്ടാ, ആര് പറഞ്ഞാലും ബാലചന്ദ്രൻ പറയുന്നതിനോടൊപ്പം അവൾക്ക് എത്തില്ലെന്ന്. എങ്കിലും ഗംഗേട്ടനാവുന്ന രീതിയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കോള് ഉടനെ തന്നെ കട്ട് ചെയ്തു. വൈജയന്തി നിശബ്ദമായിരുന്ന് ഒരുപാട് വട്ടം അവിടെ ഇരുന്ന് കരഞ്ഞു. വൈജയന്തിയുടെ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ ഗംഗേട്ടന് വല്ലാത്ത വിഷമം തോന്നി. ഗംഗേട്ടൻ അമ്മയോടും ഭാര്യയോടുമായി പറഞ്ഞു, അവൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അവളുടെ ഈ ദുഃഖത്തിനെല്ലാം കാരണം അതെ അവളുടെ ആങ്ങളമാരും അച്ഛനും തന്നെയാണ്. കാരണം അന്നേ അവൾ പറഞ്ഞതാണ് അവൾക്ക് മറ്റൊരു ബന്ധം വേണ്ടെന്നും അവൾ പ്രസവിക്കുന്ന കുഞ്ഞുമായി അവൾ സന്തോഷമായി ജീവിച്ചു കൊള്ളാമെന്നും. അവളുടെ 3 ആങ്ങളമാർക്കും അച്ഛനും അവളെയും കുഞ്ഞിനെയും നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടോ അതൊന്നും മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് കഴിയുന്നുണ്ട്. ഒരുപാട് വൈകിപ്പോയി. ഒരുപാടല്ല, 23 വർഷത്തോളം. എന്തെല്ലാം സഹിക്കേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ ശാപം എല്ലാവരുടെയും നെറുകന്തലയ്ക്ക് മുകളിൽ നിൽക്കുമെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഗംഗേട്ടൻ വാക്കുകൾ അവിടെ നിർത്തി ഒരു ദീർഘശ്വാസമെടുത്തു. ഇതെല്ലാം കേട്ട് വന്ന ബാലചന്ദ്രൻ ചോദിച്ചു, ഗംഗേട്ടന് തോന്നുന്നുണ്ടോ വൈജയിൽ ഇനിയെങ്കിലും നല്ലൊരു മാറ്റം കാണുമെന്ന്? ഇല്ല ഗംഗേട്ടാ, ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. വൈജ ഈ പോകുന്ന പോക്കിൽ അലീനയെ കാണാനും പോകുന്നില്ല. ഞാനത് പറഞ്ഞതല്ലേ ഇത്ര ദൂരം യാത്ര തിരിക്കേണ്ടെന്ന്. ആര് കേൾക്കാൻ? അല്ലെങ്കിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവൾ ആരെയും അനുസരിക്കാൻ പഠിച്ചിട്ടില്ലെന്ന്. അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി. വൈജയന്തി പാലായിലെത്തി. ഫോൺ എടുത്ത് മാമച്ചായൻ അയച്ചു കൊടുത്ത അഡ്രസ്സ് ഒന്നുകൂടി നോക്കി. ഡ്രൈവറോട് കുറച്ച് ദൂരം കൂടി പോവാനുണ്ടെന്ന് അറിയിച്ചു. താൻ ഓരോ ദൂരം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വൈജയന്തിയുടെ നെഞ്ചിൽ വല്ലാത്തൊരു ടെൻഷനും നെഞ്ചിടിപ്പിൻ്റെ വേഗതയും കൂടിക്കൊണ്ടേയിരുന്നു. വേറൊന്നുമല്ല, എന്തായിരിക്കും അലീന തന്നെ കാണുമ്പോൾ പറയാൻ പോകുന്നത് എന്നത് മാത്രമായിരുന്നു ടെൻഷൻ. ചിന്തകളെ മറികടന്നുകൊണ്ട് ഡ്രൈവർ വൈജയന്തിയെ വിളിച്ചു. മാഡം തന്ന ആ അഡ്രസ്സ് എത്തിയിരിക്കുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് മാഡം തന്ന അഡ്രസ്സിലെ വീട്. മാഡത്തിനെ ഞാൻ വെയിറ്റ് ചെയ്യണോ? ഓ, വെയിറ്റ് ചെയ്യണം. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. വൈജയന്തി നടന്ന് അടുക്കും തോറും വൈജയന്തിക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ കൂടി. കാരണം സ്റ്റാൻലിയുടെ വീട്ടിലേക്കാണ് താൻ പോകുന്നത്. ഒരിക്കൽ സ്റ്റാൻലി പറഞ്ഞിരുന്നു, ഒരു വുഡ് ഹൗസ് നമുക്ക് മാത്രമായി താമസിക്കാൻ, അതിൽ നിറയെ കുട്ടികളും. തമാശ വാക്കാണ് പറഞ്ഞതെങ്കിലും അതുപോലൊരു വീട് തന്നെയാണ് സ്റ്റാൻലി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ താനില്ലെന്ന് മാത്രം. ആ വീടിൻ്റെ ചുറ്റും വൈജയന്തി കണ്ണോടിച്ചു. അതെ,
സ്റ്റാൻലി അന്ന് പറഞ്ഞതുപോലെ തന്നെ വീട് ബോഗൻ വില്ലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്റ്റാൻലിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കൾ. എന്നും പൂത്തു നിൽക്കുന്ന ബോഗൻ വില്ലകളോടാണ് എപ്പോഴും സ്റ്റാൻലിക്ക് താല്പര്യം. എവിടെയാണ് നമ്മൾ വീട് വെക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിനെ മനോഹരമാക്കാൻ ഒരു ഊഞ്ഞാല, അത് അന്നേ സ്റ്റാൻലി പറഞ്ഞു വെച്ചിരുന്നതാണ്. എല്ലാം അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. തന്നെ മാത്രമേ സ്റ്റാൻലി വേണ്ടെന്ന് വെച്ചുള്ളൂ. തന്നിലെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സ്റ്റാൻലി മാറോട് തന്നെ ചേർത്ത് വെച്ചു. നന്നായി, അതെങ്കിലും കൂടെയുണ്ടല്ലോ. ഞാൻ മാത്രമാണ് ഈ ജീവിതത്തിൽ മരവിച്ചു പോയത്. വൈജയ്ക്ക് മനസ്സുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നി. വൈജ നടന്ന് ആ കോണിംഗ് ബെല്ലിന് അരികിലേക്കെത്തി. ഉടനെ തന്നെ കോണിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്നത് ആ വീട്ടിലെ തനിക്ക് പരിചയമില്ലാത്ത ഒരാളായിരുന്നു. വൈജ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഡോറ് തുറന്ന് തരുന്നത് അലീനയാകണമേ എന്ന്. മറ്റൊരാളാണെങ്കിൽ അവരോട് വിശദീകരിക്കാനും സംസാരിക്കാനും നിൽക്കേണ്ടി വരുമല്ലോ. ഇത് അലീനയായിരുന്നുവെങ്കിൽ ഒന്നും വേണ്ട, നേരെ അവളെ ചെന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. തൻ്റെ കൈകൾ അതിനു വേണ്ടി വിറയ്ക്കുകയായിരുന്നു. എന്നാൽ ഡോറ് തുറന്നത് ആ വീട്ടിലെ സെർവൻ്റാണ്. സെർവൻ്റ് ഉടനെ തന്നെ വൈജയോട് ചോദിച്ചു, ആരാണ്? എന്താ വേണ്ടത്? ഇവിടെ ആരുമില്ലല്ലോ. വൈജ ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത്. താൻ വരുന്നു എന്നറിഞ്ഞ് എല്ലാവരെയും ഇവിടെ നിന്ന് ബാലചന്ദ്രൻ മാറ്റിയിരുന്നതാവോ എന്നുള്ളൊരു പേടിയിൽ വൈജ വേലക്കാരിയോട് അവരെല്ലാവരും എവിടെ പോയി എന്ന് ചോദിച്ചു. അവരിവിടെ അടുത്ത പള്ളിയിൽ വരെ പോയതാണ് മാഡം, ഇപ്പോൾ വരും, നിങ്ങളെന്തായാലും അവിടെ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുറത്തെ ഒരു പൂന്തോട്ടത്തിലെ ചെയറിലേക്കാണ് അവർ കൈനീട്ടിയത്. അതെ, അതിമനോഹരമായൊരു പൂന്തോട്ടത്തിൽ ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടേക്ക് കൈനീട്ടിയ ഉടനെ തന്നെ വൈജ പതിയെ അങ്ങോട്ട് നടന്നു. കൊള്ളാം, എല്ലാം മനോഹരമായിരിക്കുന്നു. സ്റ്റാൻലിയുടെ ജീവിതവും അതിമനോഹരം തന്നെയായിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചു. വൈജയന്തിക്ക് അപ്പോഴാണ് മറ്റൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്. ആ സെർവൻ്റ് പറഞ്ഞത് ഇനി സ്റ്റാൻലിയും ഭാര്യയും ഇവിടെ ഇല്ലെന്നായിരിക്കുമോ? വൈജ പെട്ടെന്നാണ് അതിനെക്കുറിച്ച് ഓർത്തത്. അലീന ഇവിടെ ഉണ്ടാകുമോ? ഒന്നും കൂടി കോണിംഗ് ബെൽ അടിച്ച് നോക്കാം. സ്റ്റാൻലി ഇല്ല, അലീന മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിൽ തനിക്ക് സംസാരിക്കാനും കൂട്ടിക്കൊണ്ടു പോകാനും എളുപ്പമായിരുന്നു എന്ന് വൈജ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ഒന്നുകൂടി കോണിംഗ് ബെല്ലിൻ്റെ അരികിലേക്ക് നടന്നു. ഉടനെ തന്നെ കോണിംഗ് ബെല്ലടിച്ചതും വാതിൽ തുറന്നത് പതിവ് പോലെ തന്നെ ആ സെർവൻ്റ് തന്നെയായിരുന്നു. മാഡം, അവരാരും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ കാണാം വരുന്നത്. അല്ല, ഞാൻ മറ്റൊരു കാര്യം തിരക്കാനായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടേക്കൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നില്ലേ? ഉവ്വ്, കൊണ്ടുവന്നിരുന്നു. ആ കുട്ടിയെ ഒന്ന് വിളിക്കാമോ? ആ കുട്ടി ഇവിടെ ഇല്ലേ? ആ കുട്ടി ഇവിടെയുണ്ട്. ആര് വന്നാലും ആ കുട്ടിയെ പുറത്തേക്ക് വിളിക്കേണ്ടെന്നാണ് സാറും മേഡവും പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയത്. അയ്യോ, അങ്ങനെ പറയരുത്. വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ തന്നെയാണ്. അമ്മയോ? ആ കുട്ടിക്ക് അച്ഛൻ മാത്രമുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. ഇത് കേട്ടതും വൈജയന്തിക്ക് വല്ലാത്ത മനോവിഷമം തോന്നി. പൂർണ്ണമായും അലീന താൻ എന്ന അമ്മയെ അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണോ? വൈജ വീണ്ടും പറഞ്ഞു. ഇല്ല, ഞാൻ വരുമെന്ന് അവർക്കറിയില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. അല്ല മാഡം, ഇവിടെ ആരോ അവളെ അന്വേഷിച്ച് വരുമെന്നും ആര് വന്നാലും അവളെ പുറത്തേക്ക് വിളിക്കേണ്ടെന്നും പറഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല മാഡം, അതുകൊണ്ടാണ്. ഞാൻ വൈജയന്തിയാണ്. അകത്തിരിക്കുന്ന ആ കുട്ടിയോട് അലീന എന്നാണ് അവളുടെ പേര്. ഓ, എനിക്കറിയാം, ഞങ്ങൾ നല്ല കൂട്ടാണ്. എൻ്റെ കൂടെ കിച്ചണിലുണ്ട് ആൾ. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ വൈജയന്തിയാണ്. അവളോട് ഒന്ന് പറയാമോ വൈജയന്തി വന്നിട്ടുണ്ടെന്ന്? മാഡം, നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കരുത്. എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഇനി മാഡത്തിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പറയാം. അപ്പോൾ പിന്നെ ആ കുട്ടി തന്നെ പറഞ്ഞോളൂല്ലോ സാറിനോട് ആ കുട്ടിയുടെ ഇഷ്ടത്തിനാണ് വന്നതെന്ന്. മാഡം എന്തായാലും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ആ സെർവൻ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. സെർവൻ്റ് പോയി ഒരു 10 മിനിറ്റിനകം അതേപോലെ എന്നെ തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിക്ക് കാണണ്ട എന്നാണ് മാഡം പറഞ്ഞത്.
വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വൈജ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം സെർവൻ്റ് ഡോറടച്ച് അകത്തേക്ക് പോയി. ഇതേ സമയം വൈജയന്തി അവിടെ നിന്ന് ഒരുപാട് വിഷമിച്ചു. അലീനയെ ഒരു നോക്ക് കാണാൻ എന്ത് ചെയ്യുമെന്നാലോചിച്ച് ആ വീടിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ആയി ഒന്ന് നോക്കി. തനിക്ക് ബാക്കിലേക്ക് ഒന്ന് കിടന്നാൽ അവൾ കിച്ചണിലുണ്ടെങ്കിൽ ബാക്ക് ഡോറിലൂടെയെങ്കിലും തനിക്കൊന്ന് കയറാൻ പറ്റുമോ എന്നെല്ലാം വൈജ സൈഡിലൂടെയൊക്കെ നോക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു കാറ് വരുന്ന ശബ്ദം കേട്ടതും ഹോൺ അടിക്കുന്ന ശബ്ദവും കേട്ടത്. ഒരു നിമിഷം വൈജ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ തന്നെ സ്റ്റക്കായി നിന്നു. കാറ് അകത്തെ പോർച്ചിലേക്ക് കയറിയതും കാറിൽ നിന്നും അന്ന് തൻ്റെ വീട്ടിൽ വന്ന ആ സ്ത്രീയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. ആ സ്ത്രീ വൈജയെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ വൈജയുടെ അടുത്തേക്ക് നടന്നു. വൈജയന്തിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സ്ത്രീ വന്നത്. വൈജ അതെ എന്ന് തലയാട്ടി. എപ്പോൾ വന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ബാക്കിൽ നിന്നും സ്റ്റാൻലി ആൻസി അകത്തേക്ക് കയറിപ്പോ എന്ന് ഉറക്കെ പറഞ്ഞു. വൈജയും ആൻസിയും ഞെട്ടലോടെ സ്റ്റാൻലിയെ തിരിഞ്ഞു നോക്കി. സ്റ്റാൻലിയുടെ ഭാര്യ ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് അവളുടെ ആ മുഖം കണ്ടാലറിയാം ഒരു നിരാശ തോന്നി. നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നാൽ സ്റ്റാൻലി ചായൻ വളരെ ദേഷ്യത്തിലാണ്. തനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തന്നെ ആൻസി അകത്തേക്ക് കയറി. ആൻസിയുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിളും കൊന്തയും കർത്താവിൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ച് കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. കിച്ചണിൽ ചെന്ന് കയറുമ്പോൾ അലീനയും സെർവൻറ്റും കിച്ചൺ ഡ്യൂട്ടിയിലാണ്. സെർവൻ്റ് എന്തൊക്കെയോ അലീനയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ മുഖത്ത് വളരെ നിരാശ മാത്രമാണ് ആൻസിക്ക് കാണാൻ കഴിഞ്ഞത്. ആൻസി അലീനയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. പതിയെ അവളെ കൈപിടിച്ച് പുറത്ത് ഹാളിലേക്ക് കൊണ്ടുവന്ന ശേഷം അലീനയോട് ചോദിച്ചു, പുറത്ത് നിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ട്. നീ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയല്ലേ അത്? നിനക്ക് കാണണമെന്നുണ്ടോ? ഇത് ചോദിച്ച ആളുടെ മുഖത്തേക്ക് അലീന വളരെ അതിശയത്തോടെയാണ് നോക്കിയത്. അതെ, സ്റ്റാൻലിയുടെ ഭാര്യ തന്നെയാണ് തന്നോടത് ചോദിച്ചിരിക്കുന്നത്. അലീന ആ ഞെട്ടലോടെ അവരുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നിന്നു. സ്റ്റാൻലിയുടെ ഭാര്യ ആൻസിക്ക് അത് മനസ്സിലായി, അലീന തന്നെ നോക്കുന്നതിൻ്റെ അർത്ഥം. ആൻസി അലീനയുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റാൻലി ചായനെ എനിക്കറിയാം അലീന, അത് നിൻ്റെ അച്ഛനാണ്. അതെ, അദ്ദേഹത്തിനോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിൻ്റെ അമ്മയും. എന്നാൽ അത് എൻ്റെ ഭർത്താവാണ്. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. ഇന്നേ വരെ ഒന്നും എന്നിൽ നിന്നും അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. നിൻ്റെ കാര്യവും അദ്ദേഹം അറിഞ്ഞ് ആ നിമിഷം തന്നെ എന്നോടാണ് പറഞ്ഞത്. ആ മനുഷ്യനാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ പിടിച്ച് ആൻസി അലീനയുമായി വിൻഡോയുടെ അടുത്ത് ചെന്ന് നിന്നു. വിൻഡോയിലൂടെ അവർ രണ്ടാളും നിൽക്കുന്നത് അലീനയ്ക്ക് കാണാമായിരുന്നു. വൈജ കുമ്പിട്ട തല ഉയർത്തുന്നു പോലുമില്ല. എന്നാൽ സ്റ്റാൻലി എന്തൊക്കെയോ വൈജയോട് സംസാരിക്കുന്നുണ്ട്. വൈജേ, നീ ഇവിടെ വരരുതായിരുന്നു. നിനക്കല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വരാൻ തോന്നി? ഇവിടെ ഞാനുണ്ടെന്നും ഇതെൻ്റെ കുടുംബം ഒരുമിച്ച് താമസിക്കുന്നതാണെന്നും എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു. വൈജയുടെ അടുത്ത മറുപടി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മകളെ നിങ്ങൾ എന്തിനിവിടേക്ക് കൊണ്ടുവന്നു? നിൻ്റെ മകളോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ വൈജേ? അല്ലെങ്കിൽ തന്നെ നിന്നോട് ആരാണിത് പറഞ്ഞത് നിൻ്റെ മകളാണെന്ന്? ഒരമ്മ ഒരു മകളോട് ചെയ്യുന്നതാണോ നീ അവളോട് ചെയ്തു കൂട്ടിയതെല്ലാം? നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. 10 മാസം നൊന്തു പ്രസവിച്ച ഒരമ്മയാണ് ഞാൻ. എനിക്ക് അവളെ ഒരു വടിയെടുത്ത് തല്ലാനുള്ള അവകാശമുണ്ട്. ഒരു വടിയെടുത്ത് തല്ലുക മാത്രമാണോ നീ അവളെ ചെയ്തിട്ടുള്ളത്? എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെക്കൊണ്ട് നീ അധികം സംസാരിപ്പിക്കരുത് വൈജയ്. നീ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവൾ ഇന്ന് എൻ്റെ മകളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നതും. ഞാൻ മറ്റുള്ളവരുടെ പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ മറച്ചു വെച്ച് സുഖകരമായ ജീവിതമൊന്നും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നില്ല.
എല്ലാ തെറ്റുകളും ഏറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം തുടർന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആൻസിക്ക് എനിക്ക് പറ്റിയ തെറ്റ് അത് തിരുത്താനുള്ള ഒരു സമയവും സാവകാശവും അവൾ എനിക്ക് തന്നത്. ആ തെറ്റ് ഞാനിപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് വൈജയ്. ആൻസി കൂടി സമ്മതിച്ചാൽ അവളെ ഞാൻ എൻ്റെ മകളായിട്ട് അങ്ങ് സ്വീകരിക്കും. പിന്നെ ഒരു കാരണവശാലും നിനക്കോ നിൻ്റെ ഭർത്താവിനോ അവളിൽ ഒരവകാശവും ഉണ്ടായിരിക്കില്ല. കൊള്ളാം സ്റ്റാൻലി, നിങ്ങൾ കളിക്കുന്ന കളിയെല്ലാം കൊള്ളാം. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഏതൊരു കോടതിയും അവളെ അമ്മയ്ക്കൊപ്പമായിരിക്കും അയക്കുന്നത്. അതിനവൾ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന പ്രായമൊന്നുമല്ല വൈജയ്. അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. 23 വയസ്സ് തികഞ്ഞൊരു പെൺകുട്ടി. അവൾക്കാരെ വേണമെന്ന് അവൾക്കറിയാം തീരുമാനിക്കാൻ. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി സ്റ്റാൻലി. അവൾ എന്നെയോ നിങ്ങളെ വേണമെന്ന് അവൾ ഒരിക്കലും പറയില്ല. അവൾ അച്ഛനായിട്ട് നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് അവൾ പറഞ്ഞിരുന്നോ? സ്റ്റാൻലിയോട് വൈജ ചോദിച്ച ആ ചോദ്യം കേട്ട് സ്റ്റാൻലിക്ക് ഞെട്ടലുണ്ടായി. കാരണം ഒരിക്കൽ പോലും തന്നെ അവൾ അച്ഛ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അവൾ എപ്പോഴും പറയുന്ന വാക്കിൽ അവൾ അച്ഛനായി കാണുന്നത് ബാലചന്ദ്രനെ മാത്രമാണെന്ന് സ്റ്റാൻലിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ കൺമുമ്പിൽ നിന്നും അവളെ താൻ തട്ടിപ്പറിച്ച് കൊണ്ടുപോന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? എന്നിട്ട് പോലും ആ മണിക്കൂറുകൾക്കിടയിൽ എപ്പോഴെങ്കിലും തന്നെ അവൾ അച്ഛ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ബാലചന്ദ്രൻ പറഞ്ഞോ ഒരു വാക്കിൻ്റെ പുറത്ത് മാത്രമാണ് അവൾ തൻ്റെ കൂടെ ഇറങ്ങി വന്നത്. അങ്ങനെ ഒരു കോടതി മുറിയിൽ ഞാനോ താനോ അവളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നേ അവൾ പറയുള്ളൂ. അതെനിക്ക് 100% ഉറപ്പുണ്ട്. വൈജയുടെ ആ വാക്കുകൾ കേട്ട് സ്റ്റാൻലി വീണ്ടും തുടർന്നു. സമ്മതിച്ചിരിക്കുന്നു വൈജയ്. ഞാൻ അവളുടെ അച്ഛനാണെന്നും അവൾ എൻ്റെ മകളാണെന്നും ഞങ്ങൾക്ക് പരസ്പരം അറിയാമെങ്കിലും അവൾ എന്നെ അച്ഛ എന്ന് ഇതുവരെയും വിളിച്ചിട്ടില്ല. ശരി തന്നെയാണ്. എങ്കിലും ബാലചന്ദ്രൻ സ്നേഹം കൊണ്ട് അവളെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതേ സ്നേഹം കൊണ്ട് തന്നെ ഞാൻ അവളെയും കീഴടക്കും. ഈ 6-8 മാസങ്ങൾക്കിടയിൽ നിനക്കെന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല? നിനക്ക് അവൾ ഒരു ശത്രു മാത്രമായിരുന്നു അല്ലേ വൈജയ്? എപ്പോഴെങ്കിലും നീ അവളെ സ്നേഹത്തോടു കൂടി നോക്കിയിട്ടുണ്ടോ? സ്വന്തം മകളാണെന്നറിഞ്ഞുകൊണ്ട് വേണ്ട, അല്ലാതിരുന്നിട്ടും ഒരു സ്ഥാനം, ഒരു അമ്മ എന്ന നിലയ്ക്ക്, അവളുടെ അമ്മയല്ല എങ്കിലും നീ ഒരമ്മയാണല്ലോ, അവളൊരു മകളും. അവളുടെ അതേ പ്രായത്തിൽ തന്നെ നിനക്ക് മക്കൾ വേറെ ഉണ്ടായിരുന്നല്ലോ. ആ സ്ഥാനം നീ എപ്പോഴെങ്കിലും അവൾക്ക് കൊടുത്തിട്ടുണ്ടോ വൈജയ്? പ്രസവിച്ചുടനെ വലിച്ചെറിഞ്ഞ് തൻ്റെ സന്തോഷവും സുഖവും തേടിപ്പോയ നീ ഒരമ്മയാണെന്ന് പറയാൻ നിനക്കെങ്ങനെയാണ് കഴിയുന്നത്? കഷ്ടം തന്നെ വൈജയ്. നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും. മതി, ഇനി നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്. വൈജയന്തി കൈ സ്റ്റാൻലിയുടെ നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം വൈജയ്. നീ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. നീ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്രയൊക്കെ നീ ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാലും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി നീ പരാതി കൊടുത്താലും അലീനയുടെ സമ്മതമില്ലാതെ നീ അവളെ കാണില്ല. അലീന തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നീ വന്നാൽ അവളെ കാണാൻ വിളിക്കേണ്ടെന്ന്. അതുകൂടി കേട്ടതോടെ വൈജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. വൈജയ്ക്ക് മനസ്സിലായി താനിനി എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ലെന്ന്. വൈജ സ്റ്റാൻലിയെ മറികടന്ന് ഒന്നുകൂടി ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു നിന്നു. അവിടെ നിന്ന് ഉറക്കെ വൈജ നിലവിളിച്ചു പറഞ്ഞു, അലീനെ, ഞാനിവിടെ വന്നതും ഇവിടെ ഈ നിൽക്കുന്നതും നീ കാണുന്നുണ്ടെന്നും ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടെന്നും എനിക്ക് നല്ല ഉറപ്പാണ്. നിന്നെ പ്രസവിച്ച ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നിന്നെ പ്രസവിച്ചതിന് മാത്രമല്ല, നീ മരിച്ചുപോയെന്ന് എല്ലാവരും എന്നെ വിശ്വസിപ്പിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചു പോയതിന്. നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ കുടുംബം തകർക്കാൻ വന്ന ഏതോ ഒരു പെണ്ണാണ് എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു വേലക്കാരിക്ക് തരേണ്ട സ്ഥാനം പോലും ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ ഞാനിതാ നിൽക്കുകയാണ് അലീനെ, നിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ. ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ വരില്ലെന്നും എനിക്ക് നിന്നെ കാണാൻ സാധിക്കില്ലെന്നും. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നീ എൻ്റെ മുമ്പിൽ വരുമെന്നും എനിക്ക് നിന്നെ ഒന്ന് കാണാനെങ്കിലും കഴിയുമെന്നും.
ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി പഴയതുപോലെ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ല നമ്മളുടെ വീട്ടിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. ഇന്ന് നീയും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാത്തത് ബബിതയ്ക്കും രോഹിത്തിനും മാത്രമാണ്. അവരെ കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല വൈജയ്. രോഹിത്തിനെ നീ എല്ലാ അർത്ഥത്തിലും നല്ലൊരു മനുഷ്യനാക്കി എടുത്തു. അന്നും ഞാൻ നിന്നെ വിമർശിച്ചു. ബബിതയെ കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം അലീനെ. ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം. ഒരിക്കലും ഇനി ആ തെറ്റുകൾ ആവർത്തിക്കില്ല. ഒന്നിനു വേണ്ടിയും ഇനി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഇറങ്ങി വരണം അലീനെ. അലീനയ്ക്ക് ചങ്ക് പൊട്ടുന്നത് പോലെ തോന്നി. തൻ്റെ അമ്മയാണ് തന്നെ ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. അലീന ജനലിലൂടെ ആ കാഴ്ച കണ്ടു. കൈ കൂപ്പിയാണ് വീടിനകത്തേക്ക് നോക്കി വൈജ അലീനെ അലീനെ എന്ന് വിളിക്കുന്നത്. അലീന മുഖം പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആൻസിക്ക് അവളെ സമാധാനിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ സമയം അവിടെ തന്നെ നിന്നു. സ്റ്റാൻലി അരികിൽ ചെന്ന് വൈജയോട് പറഞ്ഞു, ഒരിക്കൽ കൂടി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വീടിനകത്തേക്ക് കയറി വാതിൽ വൈജയുടെ മുഖത്തേക്കായി ആഞ്ഞടച്ചു. അലീന എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം പൊത്തിപ്പിടിച്ച് കരയുന്നത് കണ്ട് സ്റ്റാൻലിക്ക് വല്ലാത്ത വിഷമം തോന്നി. സ്റ്റാൻലി അലീനയുടെ അടുത്തേക്കായി ചെന്നിട്ട് പറഞ്ഞു, അലീനെ, എനിക്ക് നീ അവളെ കാണരുതെന്നോ സംസാരിക്കരുതെന്നോ ചെറിയൊരു വാശിയുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളേറെ ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു അവൾ അവിടെ നിന്നും പോന്നിട്ടുണ്ടെന്നും നിന്നെ അവളെ കാണിക്കരുതെന്നും. അത് ബാലചന്ദ്രൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം എല്ലാവരെയും. എൻ്റെ അച്ഛൻ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് എനിക്കൊരു വാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഷാളെടുത്ത് മുഖമെല്ലാം തുടച്ച് അലീന കിച്ചണിലേക്ക് തന്നെ നടന്നു. ആൻസി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. വൈജ തിരിച്ച് കാറിനരികിലേക്ക് നടന്നു. കാറിൽ ചെന്ന് കയറി തിരിച്ചു പോകാമെന്ന് ഡ്രൈവറോട് പറഞ്ഞു. കാറിലിരുന്ന് വൈജ ഒരുപാട് കരഞ്ഞു. പഴയ കാര്യങ്ങൾ അവളിങ്ങനെ ഓർക്കാൻ തുടങ്ങി. തൻ്റെ വയറ്റിൽ അലീന വളർന്നു തുടങ്ങുകയാണ് എന്ന് താൻ അറിഞ്ഞ ആ സമയം മുതൽ തൻ്റെ വീട്ടുകാരറിഞ്ഞ ആ സമയം വരെ എന്തൊക്കെയായിരുന്നു നടന്നതെന്ന് വൈജയ്ക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കായിരുന്നു. ഇന്നും അതെല്ലാം ഓർക്കുമ്പോൾ വൈജയ്ക്ക് ഒരു ഞെട്ടലാണ്. സ്റ്റാൻലി തന്നെ ചതിച്ചിട്ട് പോയി എന്ന് വിശ്വസിക്കാൻ പോലും വൈജയ്ക്ക് അന്ന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം ഓർത്ത് വൈജ ഇന്നും വിഷമിക്കുന്നുണ്ട്. തൻ്റെ മനസ്സിലെ ദുഃഖവും പേറി വൈജ വീണ്ടും യാത്ര തിരിക്കുകയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. ബാലചന്ദ്രൻ്റെ മനസ്സ് മാറുന്നതുവരെ വൈജയ്ക്കിനി കാത്തിരുന്നേ കഴിയും. എങ്കിലും വൈജയുടെ മനസ്സ് മുഴുവനും പകയാണ്. തൻ്റെ മകളെ ഒരു നോക്ക് കാണണമെന്ന് അത്രയേറെ കെഞ്ചി പറഞ്ഞിട്ടും സ്റ്റാൻലിയോ ബാലചന്ദ്രനോ അതിന് സമ്മതിക്കാത്തതിൽ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തള്ളി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ അലീന തന്നെ തേടി വരുമെന്ന് വൈജ ഉറച്ചു വിശ്വസിച്ചു. അല്ലെങ്കിൽ അങ്ങനെ തേടി വരാനുള്ള വഴികളും തനിക്കറിയാമെന്ന് വൈജ മനസ്സിൽ കണക്കുകൂട്ടി. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ.